ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലിനെ കുറിച്ചാണ്. ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഉണ്ട്. സോ ആ ലെവൽസിലൊക്കെ സ്റ്റോക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നടക്കും. എന്തെങ്കിലും ഒരു റിജക്ഷനോ റിവേഴ്സലോ അല്ലെങ്കിൽ പിന്നെ ഒരു ബ്രേക്ക് ഔട്ടോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വലിയൊരു കാര്യം എന്തെങ്കിലും നടക്കും. സോ അത് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സോ അങ്ങനത്തെ ഒരു പോയിൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അധികം അങ്ങോട്ട് വലിയ രീതിക്ക് ഇതിനെ വാല്യൂ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾ അധികം കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല ട്രേഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഞാനും അതേപോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഒന്നും ഈ ഒരു ഇൻട്രാഡേ ട്രേഡൊന്നും ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്പനെ കുറിച്ച് ഞാൻ വലിയ രീതിക്ക് ഓപ്പനെ കുറിച്ച് അങ്ങ് നോക്കൂലായിരുന്നു. പക്ഷേ ഓപ്പൺ എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നിങ്ങൾ ശരിക്കും യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം മതി നല്ലൊരു ട്രേഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ നോക്കുമ്പോൾ സോ ഇതാണ് 950 ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് 1428 ആണ്. സോ 1428. സോ 1428 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ ആയ പോയിന്റ്. ഈ ഒരു ഓപ്പൺ ആയ പോയിന്റിൽ ഇവിടെ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓപ്പൻ്റെ അടുത്ത് വരെ വന്നു, താഴോട്ട് പോയി. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. സോ ഇതുകൊണ്ടാണ് ഞാനൊരു ഓപ്പൺ പോയിന്റിന് ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയാൻ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒന്നല്ലെങ്കിൽ ഒരു റിജക്ഷൻ എന്തെങ്കിലും നടക്കും, എല്ലാം ബ്രേക്ക് ഔട്ട് നടക്കും, എല്ലാം ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടക്കും. ഓക്കെ, അതിൻ്റെയൊക്കെ ഞാൻ എക്സാമ്പിൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഇവിടെ റിജക്ഷൻ കിട്ടി, ഈ ഒരു പോയിന്റിൽ റിജക്ഷൻ കിട്ടി, ഈ ഒരു പോയിന്റിൽ ആക്ച്വലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് നടന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ അത് റിജക്ഷൻ ആയി താഴോട്ട് വന്നു. സോ ഇങ്ങനത്തെ ഒരു പിൻബാർ വന്നാലേ ആക്ച്വലി ഇത് കണ്ടിന്യൂ ആയിട്ട് 1-2 റെഡ് ക്യാൻഡിലും കൂടെ വന്നിട്ട് താഴോട്ട് പോവാണ് ചെയ്യുക. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, കാരണം ഇങ്ങനത്തെ ഒരു പിൻബാർ കാരണം. പക്ഷേ ഈ ഒരു പോയിന്റിൽ അങ്ങനെ നടന്നില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് മേലോട്ട് പോയി. ഇതുകൊണ്ടാണ് ഈ ഒരു ഓപ്പൺ അത്ര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പൺ നിങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. എല്ലാം തന്നെ ഇവിടെ ഒരു ഷോർട്ട് റോഡ് എടുക്കുമായിരുന്നു, ഇവിടെ ഒരു ഷോർട്ട് റോഡ് എടുക്കുമായിരുന്നു. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ ഓപ്പൺ വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ഈ ഒരു പോയിന്റിൽ ഷോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഓപ്പനും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. സോ ഇനിയിപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വന്നാൽ നെക്സ്റ്റ് അടുത്ത ദിവസം ഈ ഡേയിൻ്റെ മുമ്പത്തെ ദിവസത്തേക്ക് വന്നാൽ ഇതാണ് ഓപ്പൺ. ഈ ഒരു പോയിന്റിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ ഇതിൻ്റെയും ഓപ്പൺ ഞാനിവിടെ മാർക്ക് ചെയ്യുക. സോ ഇതാണ് 950 ക്യാൻഡിൽ. ഇതിലെ ഓപ്പൺ എന്ന് പറയുമ്പോൾ 1448.95 ഈ ഒരു പോയിന്റിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. 1448.95. ഓക്കെ, സോ ഇവിടെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും റിജക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വന്നു. ആക്ച്വലി ഓപ്പൺ ചെയ്ത പോയിന്റാണ് ഹൈ പോയിന്റ് ആ ഒരു ഡേയിലെ. സോ ഇത് OHL ആണ്. ഓപ്പൺ ഈക്വൽ ടു ഹൈ എന്ന് പറയുമ്പോൾ സെല്ലാണ് നമ്മൾ ചെയ്യൽ. ഞാൻ ആക്ച്വലി OHL സ്ട്രാറ്റജിനെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് OHLനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എന്തെങ്കിലും കാണുക. സോ ഇവിടെ ഒരു OHL ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ഓപ്പൺ ഈക്വൽ ടു ഹൈ. സോ അന്നത്തെ ഡേ നമുക്ക് ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഷോർട്ട് ചെയ്യണം. സോ അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഫാളാണ് ആയിട്ടുള്ളത്. ഈ ഒരു പോയിന്റിൽ ഇത് താഴോട്ട് വന്നിട്ട് തിരിച്ച് മേലോട്ട് പോയിട്ടും ഇവിടെ ഒരു റിജക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക് ഔട്ട് അല്ല വന്നിട്ടുള്ളത്. സോ അതെന്തുകൊണ്ടാണ് ആ റിജക്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ഡേ ലെവലാണ്. ഈ ഒരു പ്രീവിയസ് ഡേ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നല്ല രീതിക്കുള്ളൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് മേലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്യാൻഡിലിൻ്റെ ആ ഒരു വിക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് വലിയ രീതിക്കുള്ളൊരു സെല്ലിങ് ഒരു പോയിന്റാണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പം സെല്ലിംഗ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പോയിന്റിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു പോയിന്റിൽ വലിയ രീതിക്കുള്ളൊരു പ്രൈസ് റിജക്ഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സോ അത് താഴോട്ട് വന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഡേയിൽ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു റിജക്ഷൻ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടി. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓപ്പനെ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് ബ്രേക്ക് ഔട്ട് ആകാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേൻ്റെ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഡേയിൽ ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോർട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. സോ ഷോർട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവുമായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓപ്പൺ യൂസ് ചെയ്തിട്ട് മാത്രം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ 2-3 ട്രേഡ് എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നു. ഇനി ഞങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഒരു റിജക്ഷനും കാണിച്ചു തന്നു, ഒരു ബ്രേക്ക് ഔട്ടും കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്കൊരു കണ്ടിന്യൂഷനും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആയത് ഇവിടെയാണ്. 950 ക്യാൻഡിൽ ഇവിടെയാണ് ഉള്ളത്. സോ ഇതിൻ്റെ ഓപ്പൺ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12.68. ഓക്കെ, 12.68 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഇതാണ് ഓപ്പൺ. സോ ഈ ഒരു പോയിന്റിലാണ്
ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു OHL ആണ്, ഓപ്പൺ ഈക്വൽ ടു ലോ. ചെറിയൊരു വിക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെയാണ് ഓപ്പൺ ഈക്വൽ ടു ലോ, സോ വിച്ച് മീൻസ് നമ്മൾ ബൈ ചെയ്യണം. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മേലോട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഇവിടെ തന്നെ ബൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് എവിടെ നിങ്ങൾ ബൈ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈ ഒരു ഡേയിൻ്റെ വാല്യൂ ഏരിയ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഈ ഒരു പ്രീവിയസ് ഡേൻ്റെ വാല്യൂ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെയാണ്, ഇതാണ് ഒരു വാല്യൂ ഏരിയ. സോ ഈ ഒരു വാല്യൂ ഏരിയനൊക്കെ ഈ ഒരു ഓപ്പൺ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ തന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ തന്നെ ഈ ഒരു വാല്യൂ ഏരിയനെ ബ്രേക്ക് ചെയ്തു. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ബൈ ഓർഡർ കൊടുക്കുക. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇത് വാല്യൂ ഏരിയനെ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ പിന്നെ 2 ക്യാൻഡിൽ തന്നെ ഇത് ബ്രേക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവുമായിരുന്നു നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നൊരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമാണ്. സോ അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് എൻട്രി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് എൻട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഇനീഷ്യൽ ഫസ്റ്റ് ഒരു 10 മണിക്കൂറിൽ നല്ല രീതിക്ക് മേലോട്ട് പോയിട്ടുണ്ട്. മേലോട്ട് പോയിട്ട് ഇവിടെ ഒരു ചെറിയ രീതിക്കൊന്ന് എന്താ പറയുക, ഒരു റെസ്റ്റ് എടുത്ത പോലെ ഇവിടെ പോയിന്ന് ഹാൾട്ടായി. ഓക്കെ, ഇവിടെ പോയിട്ടൊന്ന് നിന്നിട്ട് ഇതിൻ്റെ ഹൈനെ കട്ട് ചെയ്തിട്ട് മേലോട്ട് പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓപ്പൺ ആണ്, സോ ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു OHL ക്രിയേറ്റ് ആയി. OHL ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടിന്യൂഷൻ ആണ്. സോ വിച്ച് മീൻസ് OHL ഓപ്പൺ ഈക്വൽ ടു ലോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം ബൈ ആണ് ചെയ്യേണ്ടത്. അന്നത്തെ ദിവസം ബൈ ചെയ്യുക. അതേപോലെ തന്നെ നല്ലതിക്ക് മേലോട്ട് പോയിട്ടുണ്ട്. നല്ലൊരു സേഫ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ നല്ലതിക്ക് മേലോട്ട് പോയി. ഓക്കെ, സോ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ റിജക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്കൗട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.